സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലും ഡയാലിസിസ് മുടങ്ങിയിരിക്കുകയാണ്. മരുന്ന് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക സർക്കാർ നൽകാനുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മരുന്ന് വിതരണം തടസ്സപ്പെടുത്തിയതാണ് ഇപ്പോൾ രോഗികളെ വലച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം നമ്മുടെ നാട്ടിൽ സാധാരണക്കാരൻ എപ്പോഴും സർക്കാർ ആശുപത്രികളെയാണ് സമീപിക്കുന്നത്, പ്രത്യേകിച്ച് ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 5 കോടി രൂപയാണോ ഈ മരുന്ന് കമ്പനികൾക്ക് സർക്കാർ നൽകാനുള്ളത്? ഇവിടെ ദൂർത്ത് ഒരു രക്ഷയുമില്ലാതെ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശുത്തൊഴുത്ത് പണിയാൻ വരെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ്. പക്ഷേ ഡയാലിസിസ് ചെയ്യുന്ന കമ്പനികൾക്ക് കുടിശ്ശിക അടച്ചിട്ടില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴാണ് ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു ദുരവസ്ഥ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ്. 5 കോടി രൂപയാണ് ഈ കുടിശ്ശികയായി നൽകുവാനുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ മരുന്ന് വിതരണം മുടങ്ങിയിട്ട് 1.5 മാസമായി എന്നത് തന്നെയാണ് പുറത്തു വരുന്ന കണക്കുകൾ. ഏകദേശം ഈ ചികിത്സയ്ക്കുൾപ്പെടെ 2000 രൂപയിലധികം ഈ മാസം പ്രതി ഇവർക്ക് ചെലവാകുന്നു എന്ന് തന്നെയാണ്. സാധാരണക്കാരായ രോഗികളാണ്. നമ്മൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയും കേട്ടതാണ്. സാധാരണക്കാരായ അവർക്ക് മറ്റൊരു നിർവാഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. തുടർന്നുള്ള ചികിത്സയൊക്കെ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1,10,00,000 2 കൊല്ലം മുൻപ് തന്നെ ഇത്തരത്തിൽ കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു. ഇതിൽ 4 കോടി രൂപയുടെ കുടിശ്ശിക നൽകിയിട്ട് 4 മാസമായി എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയാണ് ഇത്ര നാളും അവർക്ക് സഹായം ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കമ്പനി ഇത്തരത്തിൽ തുക നൽകാത്തത് കൊണ്ട് ഇപ്പോൾ മരുന്ന് വിതരണം നിർത്തിവെച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. പക്ഷേ അത്തരത്തിലൊരു ഇടപെടൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കമ്പനിക്കാർക്ക് ഇപ്പോഴും അതിൻ്റെ ബാക്കി തുക നൽകുവാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 151 കോടി രൂപയായിരുന്നു അവർക്ക് ഈ സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ നൽകുവാനുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ആദ്യ ഗഡു, അതായത് ഈ ഡിസംബറിൽ മുഴുവൻ തുകയും നൽകുമെന്ന് പറഞ്ഞാണ് അവരോട് സമരം അവസാനിപ്പിച്ചത്. പക്ഷേ അവർക്ക് ഇപ്പോഴും അതിൻ്റെ പകുതി തുക മാത്രമേ ഈ വിതരണക്കാർക്ക് ലഭ്യമായിട്ടുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഇത്തരത്തിൽ ഈ ഡയാലിസിസ് പേഷ്യൻസിന്റെ മരുന്ന് വിതരണം, സൗജന്യ മരുന്ന് വിതരണം മുടങ്ങിയിട്ട് 1 മാസത്തിലധികമായി എന്നൊരു വാർത്തയും പുറത്തു വരികയാണ്. എന്തുകൊണ്ടാണ് ഇതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാത്തത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന പല പൊതുവേദികളിലും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മാറി മാറി പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഗൗതം. ഓക്കെ ദിസ്ന, എന്തായാലും വളരെ ഗുരുതരമായ സാഹചര്യം നമ്മുടെ സർക്കാർ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലുമെല്ലാം രൂപപ്പെടുന്നു. ഡയാലിസിസ് പൂർണ്ണമായി മുടങ്ങിയിരിക്കുകയാണ്. മരുന്ന് കമ്പനികൾക്ക് 5 കോടി രൂപയുടെ കുടിശ്ശിക സർക്കാർ നൽകാനുണ്ട്. ഇത് നൽകാത്ത പശ്ചാത്തലത്തിൽ മരുന്ന് വിതരണം ഈ കമ്പനികൾ നിർത്തിവെച്ചതോടുകൂടിയാണ് ഇപ്പോൾ സാധാരണക്കാരൻ വലയുന്നത്. ദിസ്നയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.